അത്ര ടേണിങ് കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എന്താ പറയുക, ത്രോട്ടിലിനൊരു എന്താ പറയുക കൺട്രോൾ വരുന്നുണ്ട്. അത് നമുക്ക് ചുമ്മാ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പീഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടേ ചുമ്മാ ക്രൗളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റും. അല്ലാതെ റിമോട്ടിൽ ലോ സ്പീഡ് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ 2 മോഡില്ല. ഇങ്ങനൊരു ക്രൗളിംഗ് ഒരു സെറ്റപ്പും ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ത്രോട്ടിൽ അത്യാവശ്യം ഫാസ്റ്റ്. എനിക്ക് പിന്നെ പണ്ടേ ഫാസ്റ്റിൽ മൂവ് ചെയ്ത് ഇഷ്ടമല്ല. എപ്പോഴും ഞാൻ ഈ ക്രൗളിങ്ങാണ് ചെയ്യാറ്. പയ്യെ വണ്ടി പോകുന്ന സമയത്ത് അപ്പോഴേ നമുക്കൊരു റിയൽ വണ്ടിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുള്ളൂ. സ്പീഡിൽ ഓടിക്കാൻ പൊതുവേ നമ്മൾ ഡ്രിഫ്റ്റ് കാറൊക്കെ ഉണ്ടല്ലോ, ഇടച്ചൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര നല്ല ഭംഗി തോന്നുന്നില്ലേ? ഇതാണ് ഇതിൻ്റെ ബാക്കിലെ റെഡ് ലൈറ്റ് ഞാൻ പറഞ്ഞത്. ഇത് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ്. ഇത് 3 മോഡാണ്. വൈറ്റ്, പിന്നെ ഒരു റിങ് ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ നമുക്കത് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലൊരു മോഡും ഉണ്ട്. ഇത്രയും മോഡ്. ഒരു ലൈറ്റ് ബട്ടൺ അതിൽ വരുന്നുണ്ട്, അതിനകത്ത് വരുന്നത്. ബാക്കിയെല്ലാം ഒറിജിനൽ വണ്ടിയുടെ പോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് കാണാം.